നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ലേണേഴ്സ് ടെസ്റ്റിലേക്ക് പോകും. ലേണേഴ്സ് ടെസ്റ്റ് നമ്മൾ എഴുതി ഇവ എഴുതാറില്ല. ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ നിഖിൽ എഴുതാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അവൻ പഠിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവനൊരു പുതിയൊരു അവന് പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്യുക. ആ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ അതും എന്തൊക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ടെന്നുള്ള കാര്യം പോകുന്നത്. ടെസ്റ്റിനുള്ള ചോദ്യങ്ങളെല്ലാം RTO എക്സാം എന്ന് പറഞ്ഞ ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. ഓൺലൈനിൽ എക്സാം എഴുതുന്നതന്നെ അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക ഡെമോ അതിൻ്റെ ഒരു ഡെമോ കിടപ്പുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫോണിൽ ചോദ്യം വരുന്നുണ്ട്, നമ്മൾ അറിയുന്ന കാര്യം നമ്മൾ എഴുതി പോവുക. പിന്നെ പരീക്ഷയ്ക്ക് 20 ചോദ്യം, അതിൽ 14 ശരിയാക്കി കഴിഞ്ഞാൽ ലേണേഴ്സ് പാസ്സാവും. ഓൾറെഡി നമുക്ക് ലൈസൻസ് ഉണ്ട്. വീണ്ടും എഴുതി വെക്കാം, പാസ്സാവില്ല എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും വെക്കാം. തുടങ്ങാം. പാസ്സാവില്ലേ? കോപ്പി അടിക്കരുത്, ആരും കോപ്പി അടിക്കരുത്. ഇതിലിപ്പോൾ മൊബൈലാണ് എൻ്റർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓപ്ഷൻ കൊടുക്കും. 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ശരിയായിട്ടുള്ള കൊടുക്കും. നീ ആരെങ്കിലും കൊടുത്തു ശരിയായിട്ടുള്ള കൊടുക്കണമെന്നില്ല, എഴുതി വെച്ചാൽ മതി. ഒരു വാഹനത്തിന് ചോദ്യം അല്ലാണ്ട് ഫോണിലുള്ളത് ഇത് ഇവിടെ ചിഹ്നം പിന്നെ ചിഹ്നം തിരിച്ചു. ചിഹ്നം തിരിച്ചറിയാം. ഓപ്ഷൻ അറിയിട്ടുണ്ടെങ്കിൽ ചിഹ്നം തിരിച്ചറിയാം. ഓക്കെ, ഇത് ചിഹ്നം തിരിച്ചറിയാം. ചിഹ്നം മാത്രമുള്ളതാണ്. ട്രാഫിക് പോലീസിൽ കോപ്പി അടിക്കണം. കണ്ടില്ല കാണില്ല. ഇങ്ങനെ ഇരിക്കാണ്ട് നോക്കാം. ഓപ്ഷൻ കൊടുക്കും. നീ അതിന് നോക്കിയ ചിഹ്നം മാത്രമുള്ള ഇതിൽ ഇതെന്താ ചോദിച്ചാൽ ചിഹ്നം തിരിച്ചറിയാം. ഇത് കണ്ടിട്ടില്ല.
നടുക്ക് വീടാ നടുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ നടുക്ക് വീടോ വലത് വീടോ ഓപ്ഷൻ അങ്ങനെ പോയി മാറ്റിവിടെ ഞാൻ സ്വാതന്ത്ര്യം കഴിഞ്ഞ് പോയിരുന്നു ജോർജ് രാജ്യം നിങ്ങൾക്ക് കൂടെ വാങ്ങിച്ച ഒറ്റ ഭരണത്തിൽ രാജ്യമാണ് അടുത്ത ചോദ്യം നീ ഒറ്റ ഇത് തന്നെ കൊടുത്തു പോകും ഏറ്റവും കൂടുതൽ റോഡ് ഉണ്ടാകുന്ന കാര്യത്തിലല്ല കാരണം ഓട്ടമുണ്ട് ഇപ്പം എല്ലാവരും ഉണ്ട് അത് ഏറ്റവും കൂടുതൽ അതായിരിക്കും ചിഹ്നം തിരിച്ചറിയുക ചിഹ്നം തിരിച്ചറിയുക എന്തോ അത് ഇടത്തോട്ട് കാണിച്ചിട്ട് കൊണ്ടോട്ട് പോയിന്റ് ചെയ്തിരുന്ന കണ്ടു സിനിമയിൽ കാണാൻ പറ്റുന്നത് നമ്പർ മാത്രമേ ഞാൻ നോക്കിയില്ല. പോടാ എന്താ ഞാൻ എഴുതുന്നു നോക്കുന്നു വായിച്ചേക്കും ഒരു മനസ്സിലാക്കി പോയിക്കൊണ്ടിരുന്ന ചിഹ്നം തിരിച്ചറിയുക കോപ്പി അടിക്കണം ഏത് പിള്ളേർ വായിക്കും അല്ലല്ല അതും തെറ്റിച്ച് ചിഹ്നം തിരിച്ചറിയുക നിങ്ങൾ എഴുതിയോ കണക്കട്ടെ അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ചതിനുള്ള ശിക്ഷ ചിഹ്നം തിരിച്ചറിയുക ഇത് ചെയ്യുന്നുണ്ട് അടുത്ത മരം ഓക്കെ ഒന്നാമത്തെ ചോദ്യം എന്താ ഉത്തരം മുന്നിൽ ഇടങ്ങിയാണ് ഒന്നാമത്തെ എന്താ ഇടുങ്ങിയ പാലം ഇടുങ്ങിയ കാലം ഇടുങ്ങിയ പാലം നമ്മുടെ ആദ്യം ആര് തെറ്റി നാട്ടിലെ രണ്ടാമത്തെ രണ്ടാമത്തെ വിവാഹത്തിന് ഡ്രൈവർ വന്നത് ഓപ്ഷൻ രണ്ടാണ് ഞാൻ എഴുതിയത് അത് ഓപ്ഷൻ രണ്ട് ഞാൻ രണ്ടെന്ന് എഴുതിയിട്ടുള്ളൂ ഇത് രണ്ടാം മൂന്ന് നേരത്തെ തെറ്റുക. വീണ്ടും ചിഹ്നം ഇതല്ലേ റൂട്ടൺ എടുക്കാൻ പാടില്ല പാടില്ല മൂന്നല്ലേ വീണ്ടും ചിഹ്നം തിരിച്ചറിയുക വലതുവശത്തോട്ട് കയറി പോകുക നിന്റെ വലതുവശത്തോട്ട് കയറി പോകുക ഏതാ അതെ തെറ്റ് ഇല്ല. അത് രണ്ടല്ലേ രണ്ടല്ലേ ഇത് വലത്തോട്ട് തിരിഞ്ഞു ഓരോരുത്തർ മാത്രം തെറ്റി രണ്ടാ അത് എത്രാമത്തെ രണ്ടാണ് രണ്ട്. ആ അതിന് ശരിയല്ല അതെ. അത് രണ്ടാണ് ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ വലതോ മാത്രം തിരികെ ചിഹ്നം തിരിച്ചറിയുക ഓപ്പോസിറ്റ് അത് മൂന്നല്ലേടാ ഓപ്ഷൻ ഒന്ന് ഒന്നോ അയ്യോ തെറ്റിയല്ല ആ വീണ്ടും ചിഹ്നം തിരിച്ചറിയുക നോ സ്റ്റോപ്പ്
ഇടതു നിന്നും വലതു നിന്നും വാഹനങ്ങൾ നിർത്തുക. തന്നെ മൂന്നല്ലേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്റ്റോപ്പ്. ആ. നിനക്ക് തെറ്റി. ഒന്ന് ഓപ്ഷൻ ഒന്ന്. ഓപ്ഷൻ 3 ആയിട്ട് ഇടതുവശത്ത് ഓവർടേക്ക് ചെയ്യണം. അല്ല 3 അല്ലേ ഇടതുണ്ട്. അത് ശരി. ചിഹ്നം തിരിച്ചറിയുക. അത് ഒന്നാണെന്ന് തോന്നുന്നു. ഇടത്തോട്ട് മാത്രം തിരിയുക. തിരിച്ചറിയുക. ഒന്നല്ലേ ഇടത്തോട്ട് മാത്രം തിരിയുക. ഒന്നല്ലേ അല്ല. ഓപ്ഷൻ 3. ലെഫ്റ്റ്. തെറ്റ്. ഞാനും അത് തന്നെ എഴുതിയ ഷോർട്ടാക്കി എഴുതിയ 3.5 മീറ്റർ. അതൊന്നാണ് നിരോധിച്ചിരിക്കുന്നു. 3 നോട്ട് അലൗഡ്. തെറ്റ്. ഓപ്ഷൻ 3 എഴുതിയിട്ടുണ്ട്. പത്താമത്തേത്. പത്താമത്തേത് 3. 3 എന്താ എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ സീറ്റ് ബെൽറ്റ് ഓപ്ഷൻ 3 റോഡ് സ്പീഡ് നിയന്ത്രണം അവസാനിച്ചു. 3 സ്പീഡ് നിയന്ത്രണം അവസാനിച്ചു. ഇടത്. ഏത് വശം നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യം. 3 ജംഗ്ഷൻ വളവ് ഞാനും 3 തന്നെ ഓപ്ഷൻ 3. ഏറ്റവും കൂടുതൽ റോഡപകടം ഉണ്ടാകുന്നത് രാത്രി കാലങ്ങൾ. നിന്റെ ഉത്തരം എന്തും ഞാൻ രാത്രി നിന്റേത് അത് മദ്യപിച്ചതാണ്. തെറ്റി. അതാണ് ഹെഡ്ലൈറ്റ് ഇടും ചെയ്യുന്നില്ല. എടാ എല്ലാവരും മദ്യപിച്ചിട്ടാണ് മദ്യപിക്കുക. അല്ലാതെ ഹെഡ്ലൈറ്റ് എഴുതിയിട്ടുണ്ട്. ഓപ്ഷൻ തമ്മിലാണ്. കാളവണ്ടി പോകുന്ന നിരോധനം നിരോധിച്ചിരിക്കുന്നു. അങ്ങോട്ട് അറിയാമല്ലോ. ചിഹ്നം തിരിച്ചറിയുക. ഈ പോയിന്റിൽ നിന്നുള്ള വാഹനം കടത്തിവിടുക. ടീ പോയിന്റ്. ഈ പോയിന്റിൽ നിന്നുള്ള വാഹനം. ഓപ്ഷൻ 2. എത്ര മോട്ടോർ വാഹനത്തിലൂടെ മോട്ടോർ സൈക്കിളിന്റെ പെൻസിൽ കയറി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. 1 2 എടാ പിന്നിൽ കയറ്റാവുന്ന കണ്ടോളാ. പിന്നില്ല മൊത്തത്തിൽ കയറ്റുന്നതല്ല. തെറ്റ്. 1 ചിഹ്നം തിരിച്ചറിയുക. ഇടുങ്ങിയ പാലം മുന്നിൽ. ഇടുങ്ങിയ പാലം ഇടുങ്ങിയ റോഡ്. തെറ്റ്. ശരിക്കും ശരിയേ. രണ്ടാമത്തെ അല്ല രണ്ടല്ല ആ. രണ്ടല്ല ചിഹ്നം തിരിച്ചറിയുക. മീഡിയം പാലല്ലോ മീഡിയം അല്ല അല്ല അവിടെ തെറ്റപ്പോഴും. അതിന് മുമ്പത്തെ നിങ്ങൾക്ക് തെറ്റി. അതിന്റെ മുന്നേ 17ാമത് എത്ര? ശരിയായി ശരി. അത് ശരി രണ്ടായിരുന്നു. 2. ഓക്കെ. മറ്റേത് പാലം എനിക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. അപകടമായ വിധത്തിൽ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ. 6 മാസം പിഴ ആയാലും എത്ര ഇട്ടേക്കാം? തെറ്റി. ലൈസൻസ്. നിനക്ക് 2 ഓ അല്ലേ 6 മാസം പിഴയും അതിന് 1000 മെയിൻ റോഡ് മുന്നിൽ. ആ ശരി. മെയിൻ റോഡ്. ലാസ്റ്റ് ദിവസത്തെയാണല്ലോ എത്ര? 1 ലാസ്റ്റ് ദിവസം. എനിക്ക് ഒരു തെറ്റ്. 20ൽ 19. 1 2 3 4 5 6 7 8 9 20 മാർക്ക് ഷീറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തോ. 20 9 ഇത് 1 2 3 നോക്കാതെ 4 5 6 7 8 9 10 11 12 13 14 15 16 എന്ന് പറഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15. എനിക്ക് 9 9 ഞാൻ തോറ്റി. നീ ജസ്റ്റ് മിസ്. ഞാൻ കുറച്ചാണ് ഗൾഫിലായി ഇവിടുത്തെ അതുകൊണ്ടാണ് ഇതിനെന്തോ കളിയാണ്. മെനക്കെട്ടോണ്ടിരുന്ന് പഠിച്ചെന്നു. വണ്ടി ഓടിക്കണോടാ. നിയമം പാലിച്ച് വണ്ടി ഓടിക്കണം. കാരണം വെച്ചുകൊണ്ട് ആരെല്ലാം ചോപ്പ് ലൈറ്റ് കാണാൻ പോലും ചേർക്കുന്നു. ശരി, പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിനടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഈ നിയമങ്ങൾ പാലിക്കുന്നു, അതുമാത്രമല്ല നമ്മൾ ഈ ഇപ്പൊ എഴുതിയത് എന്തുമാത്രം മറന്നിട്ട് കൊണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. അതിൽ ടെസ്റ്റ് ഓൺലൈനിൽ RT എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈനായിട്ട് എഴുതുന്നുണ്ട്. എഴുതുന്നത് അതിലേക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി ആണെന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. എത്രത്തോളം അറിയാമെന്ന് നോക്കാം. എന്തെല്ലാം കാര്യങ്ങൾ തെറ്റിക്കുന്നുണ്ടെന്ന് അറിയാം. അറിയാത്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം പിന്നെ ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം ഒരു 10-12 വർഷത്തോളമാവും. 10 വർഷം 10 വർഷത്തോളമാവും.
അത് നമ്മൾ ആ 10 വർഷം തൊട്ട് ഇതുവരെ നമ്മൾ എന്നിട്ടും നമ്മളിപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ചിലരും നമുക്കല്ല, എനിക്ക് കുറെ തെറ്റുന്നുണ്ടായിരുന്നു. അല്ല ഈ ചോദ്യം ഇനിയും വരാണ്ടല്ലോ, ഇനിയും ചോദ്യം കിടക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ എന്താണെന്നും പോലും എനിക്ക് മനസ്സിലായി. എത്രയോ സിഗ്നൽ റോഡിൽ കാണും, ഇതുവരെയും കണ്ടിട്ടില്ലാത്തതുണ്ട്. നമ്മളാ റോഡുകളിൽ കാണാത്തതുണ്ട്. ഇനി പറയണമെന്ന് വെച്ചാൽ നമ്മളെ പോലെയല്ല മറ്റുള്ളവർ എല്ലാ നിയമങ്ങളും പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ തൽക്കാലം നീ പോയി എക്സാം എഴുതി പാസ്സായിട്ട് വാ. അപ്പൊ ശരി, വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.